ബഹുമാനപ്പെട്ട ഷേഖ് ഹസൻ ഹസരത്ത് റഹിമഹുല്ല അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുറ്റിക്കറങ്ങി ഒരു ദിവസം ഹസരത്ത് ഹസനിയിലാണ് അന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേ. ആരുടെ? ബഹുമാനപ്പെട്ട ഹസരത്തിൻ്റെ. അപ്പം ഹസരത്ത് ഉസ്താദിനെ വിളിച്ചു, മൂസ മൗലവി, നാളെ മാസം റബീഉൽ അവ്വൽ 29, ഇന്നിപ്പോൾ 28, നാളെ 29. അപ്പോൾ നാളൊരു പക്ഷേ ഷക്കിൻ്റെ ദിവസമാണ്, മാസം കാണാം കാണാതിരിക്കാം. ഇന്ന് ഏതായാലും യക്കീനാണ് റബീഉൽ അവ്വലാണ്, പകലാണ് പറയുന്നത്. അപ്പോഴ് ഇന്ന് രാത്രി നല്ല ഒരു മൗലൂദ് ഇവിടെ നടത്തണം. ഹസനിയിൽ വെച്ചാണെന്ന് തോന്നുന്നു, ഞാൻ സ്മരണയിൽ എഴുതിയിട്ടുണ്ട് ആ കാര്യം. ഉസ്താദ് എന്നോട് ശരിക്ക് പറഞ്ഞു തന്നൊരു സംഭവമാണ്. നല്ല ഒരു മൗലൂദ്. ഏത് ആഹാരമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടായിക്കോളൂ, പക്ഷെ അതിൽ നിങ്ങളാരും ഒന്നും പൈസയും മറ്റും കൂട്ടരുത്. അത് എൻ്റെ വക, ഞാൻ നിയ്യത്ത് വെച്ചിട്ട്. നല്ല ആഹാരം, അഷ്റഫുൽ ഖൽക്കിന്റെ പേരിലുള്ള മൗലൂദാണ്. അവിടെ ബുഖുരും ലുബ്ധും പാടില്ല, കഞ്ചൂസാവാൻ പാടില്ല. നല്ല ലാവിഷായിട്ട്, അതെത്ര ചെയ്താലും അത് കൂടൂല. നല്ല ആഹാരം ഉണ്ടാക്കിയിട്ട് നല്ല ഒരു മൗലൂദ് നടത്തണം ഇൻഷാ അല്ലാഹ്. അപ്പം അതിന് പറ്റിയ നല്ല മുഅ്മിനീങ്ങളായ കുറേ ആളുകളൊക്കെ വിളിച്ചിട്ട് ശരിക്കും മൗലൂദ് അറിയുന്ന ആളുകൾ, അങ്ങനെ അന്ന് രാത്രി മൗലൂദ് നടത്തി അതിന് വന്ന ചെലവുകളൊക്കെ ചോദിച്ചു ഉസ്താദിനോട്. ഉസ്താദ് ശിഷ്യനാണല്ലോ. അതിൽ നിങ്ങൾ ഒരു പൈസ പോലും കൂട്ടാൻ പാടില്ല, ഒക്കെ മിൻ ഇന്ദി, എൻ്റെ വകയാണ്. അതെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ എത്ര പേരുണ്ടാകും? ഏകദേശം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ ആളുകൾ, അവരുടെ അതതൊന്ന് പറയണം. അപ്പം അവരുടെ അതത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എണ്ണിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എണ്ണി നോക്കിയിട്ട് 25 or 30 പേരുടെ ഒരു അതത് പറഞ്ഞു. ഒരു കഷ്ടിച്ചൊരു 30 ആൾ വരും. അത് പറഞ്ഞതിന് ശേഷം അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹസ്രത്ത് എൻ്റെ അടുത്തൊരു സംഖ്യ തന്നിട്ട് പറഞ്ഞു, മൂസ മൗലവി, ഈ കാശ് എനിക്കറിഞ്ഞുകൂടെ, കാശ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ആർക്ക് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ തക്സീം നിങ്ങളുടെ വകയാണ്. ഞാനിത് മുഴുവൻ നിങ്ങളെ ഏൽപ്പിച്ചു. പിന്നെ ഓരോരുത്തരും എത്രയാണ് അഹില് എന്നുള്ളത് എനിക്കറിയില്ല. ആ ഖിയാർ നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നു. ചില ആളുകൾക്ക് 10 കൊടുക്കാം, ചിലർക്ക് 100 കൊടുക്കേണ്ടി വരും. അതിന് തഫാവുത്ത് വരും. അതിൽ ഞാൻ കൈയിടുന്നില്ല. ഈ സംഖ്യ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ഇത് അഷ്റഫുൽ ഖൽക്കിന്റെ പേരിൽ അവിടത്തേക്ക് ഹദിയയായിട്ട് എൻ്റെ വക ആ കുട്ടികൾക്ക്, ആ വന്നവർക്ക് കൊടുക്കണം. ഇതായിരുന്നു ഉസ്താദ്.